മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യത്തെ ഒരു വിവാഹ വിരുന്നിനോട് ഉപമിച്ചിരിക്കുന്ന വേദഭാഗമാണ്. ഈ വിവാഹ വിരുന്നിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ ക്ഷണം വകവയ്ക്കാതെ വിളിച്ചവരുടെ ക്ഷണം തിരസ്കരിച്ചുകൊണ്ട് അവർ പലയിടങ്ങളിലേക്ക് പോകുന്ന മനോഹരമായ രംഗം. ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു എന്ന് പറയുക. സ്വർഗത്തിൻ്റെ ക്ഷണം നിനക്ക് ഓരോ പ്രഭാതത്തിലും ലഭിച്ചിട്ട് നീ പലയിടങ്ങളിലേക്കായി യാത്ര പുറപ്പെട്ട വ്യക്തിയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരുവൻ വയലിലേക്ക്, 2 ഒരുവൻ വ്യാപാരത്തിനും പോവുക. വയലും വ്യാപാരവും. സ്വർഗീയ കൃപകൾ, സമ്പന്നത നമ്മളിലേക്ക് നിക്ഷേപിക്കുന്ന ഇടത്തെ വിട്ടിട്ട് നിന്റെ അധ്വാനം കൊണ്ട് ഫലം കൊയ്യാമെന്ന് കരുതി വയലിലേക്ക് ഇറങ്ങുന്ന ഒരുവൻ എങ്ങനെ സ്വർഗീയ കൃപകളില്ലാതെ അധ്വാനിക്കും? തിരിച്ചറിയണം. വയൽ നീ കൃഷി ചെയ്താൽ ഫലമുണ്ടാകണമെങ്കിൽ സ്വർഗം കനിയണ്ടേ. ഒരുവൻ വ്യാപാരത്തിനായി പോവുകയാണ്. ഒരുവൻ വ്യാപാരത്തിന് ക്രയവിക്രയം നടത്തി സമ്പന്നത, ലാഭം കൊയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതിനുള്ള ആരോഗ്യവും വഴികളും തുറക്കുന്നത് സ്വർഗമാണെന്ന് മറന്നുപോകുന്ന വ്യക്തിയാണോ നീ? അപ്പോൾ യഥാർത്ഥ സമ്പത്തായ കർത്താവിനെ വിട്ടിട്ട്, ആ വിവാഹത്തിൻ്റെ വലിയ സമ്പന്നത വിട്ടിട്ട്, ആ ക്ഷണം നീ സ്വീകരിച്ചിട്ട് അത് കേൾക്കാത്ത മട്ടിൽ വ്യാപാരത്തിനും വയലിലേക്കും പോകുന്ന ആ സുവിശേഷത്തിൻ്റെ അതേ അനുഭവം നിൻ്റെ ജീവിതത്തിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിന് 1-ാം സ്ഥാനം നൽകണമെന്നുള്ള ഒരു ചുമരെഴുത്ത്, ഒരു വായന, പുനർവായന ഈ സുവിശേഷം നൽകുന്നുണ്ട്. സ്നേഹമുള്ള ദൈവവേദലേ, ഈ ആരോഗ്യവും ഈ വഴികളും ഈ സമ്പാദ്യങ്ങളും ഇതെല്ലാം സ്വർഗമാണ് നീ നിനക്ക് തന്നിട്ടുള്ളത്. ഇതിനെ വില കുറച്ച്, സ്വർഗത്തിൻ്റെ വലിയ സമ്പന്നതയെ വില കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ, പൊട്ടക്കിണറുകളിൽ ആശ്രയിച്ചാൽ നീ വറ്റി വരണ്ടു പോകും. കൃപയില്ലാത്ത ജീവിതങ്ങളായി ജീവിതം അവസാനിക്കും. അനുഗ്രഹമാവട്ടെ. ആമേൻ.